ഇന്ന് വരുന്നതിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി എന്ന മിസ്റ്റർ CK ബഷീർ ദോഹ. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വരുന്നതിലേക്ക് സർ. നമസ്കാരം. നമസ്കാരം. CK ബഷീർ ദോഹ ദോഹയിലെ എത്തുന്ന കലാപ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്കും കലാകാരികൾക്കുമൊക്കെ അറിയാവുന്നൊരു പേരാണ്. കാരണം നിരവധി സ്റ്റേജ് ഷോകൾ, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി സ്റ്റേജ് ഷോസുകൾ താങ്കളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയിട്ടുണ്ട്, വൻ വിജയവുമായിട്ടുണ്ട്. താങ്കളുടെ ഒരു ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന കുറച്ച് ബിസിനസ് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? താങ്കൾ ഖത്തറിലേക്ക് എത്തിയത് ഈ ഒരു പ്രവർത്തനത്തിനൊക്കെ മുന്നോടിയായിട്ട് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. അങ്ങനെ പ്രത്യേകിച്ച് വിശദമാക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും പ്രവാസികളാണ്. അപ്പം ഞാനും ഒരു പ്രവാസിയാകാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിപ്പെട്ടതേ ഉള്ളൂ, നാട്ടിൽ നിന്നും. പിന്നെ കല എന്ന് പറയുന്നത്, ഞാനൊരു കലാകാരനല്ലെങ്കിലും കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ദോഹയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ എന്തായാലും പറയാം, ഇവിടെ ഷോകൾ വരുന്ന സമയത്ത് അത് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടും ഇങ്ങനെയൊക്കെ ആയി നല്ല കലാകാരന്മാരായിട്ട് നല്ല ബന്ധം ഞാൻ ഉണ്ടാക്കിയിരുന്നു, സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അവർ നമ്മളടുത്ത് ചോദിക്കും, നമുക്കൊരു ചാൻസ് തരാമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരെണ്ണം ചെയ്തുകൂടെ? അങ്ങനെയുള്ള ബന്ധങ്ങളാണ് പിന്നീട് പ്രോഗ്രാമിലേക്ക് അവസാനിച്ചതും. പിന്നെ അതുപോലെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിരാശപ്പെടുത്താറില്ല, ഞാനത് ചെയ്തിരിക്കും. കലാപരമായിട്ടുള്ള പരിപാടികൾ, അല്ലെങ്കിൽ നാട്ടിലെ കലാകാരന്മാരെ ഏറ്റവും ഈ താഴ്ന്ന് ഇരിക്കുന്ന, മീൻസ് അത്ര വലിയ വലിയ ആൾക്കാരൊന്നുമല്ല, സാധാരണ കലാകാരന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. CK ബഷീർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ താങ്കളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയിട്ടുള്ള പ്രധാനപ്പെട്ട കലാ ഷോസുകൾ എന്തൊക്കെയാണെന്ന് പറയാം. അറിയപ്പെടുന്നൊരു ഷോ എന്ന് പറയുന്നത് ഒന്ന് സുൽത്താന്മാരുടെ പോരാട്ടം. അതിനകത്ത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ ഷോയിലും ഞാൻ തന്നെ എഴുതാറുണ്ട്, ബഷീർ CK ദോഹ ഡയറക്റ്റഡ് ബൈ എന്നും പറഞ്ഞു. അത് കാണുമ്പോൾ അറിയാം ഞാൻ ചെയ്ത ഷോ ആണെന്നുള്ളത്. ഞാൻ ചെയ്യാത്തൊരു ഷോ ആണെങ്കിൽ അതിനകത്ത് എൻ്റെ പേര് കാണത്തില്ല. അത് സത്യത്തിൽ നസീർ ഖാൻ വെള്ളാരപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു 200-300 ഷോ ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തം നടത്തിയൊരു വ്യക്തിയാണ് നസീർ ഖാൻ വെള്ളാരപ്പള്ളി. ഈ പുള്ളി കഷ്ടപ്പാടിൻ്റെ അങ്ങ് അറ്റത്ത് വന്ന് എൻ്റെ അടുത്തൊരു ഷോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഉദിച്ചൊരാശയമാണ് ഈ സുൽത്താന്മാരുടെ പോരാട്ടം. പുള്ളിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം. ഒരുമിച്ച് എത്ര കലാകാരന്മാരുണ്ടോ നാട്ടിൽ ഈ മാപ്പിളപ്പാട്ട് രംഗത്ത്, അവരെ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൗഡ്, മീൻസ് 10 കാശ് ഉണ്ടാക്കാം. ആ കാശ് എനിക്ക് വേണ്ടിയല്ല, ഇത് സഹായിക്കുന്നത് ഞാൻ ഒന്ന് കലാകാരന്മാർക്കും, രണ്ട് നമ്മളെ ഈ നസീർ ഖാൻ വെള്ളാരപ്പള്ളിക്കും വേണ്ടിയായിരുന്നു ചെയ്തത്. എൻ്റെ കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്യാനും പാർട്ട്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മെയിനായിട്ട് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെ ആയിരുന്നു. വൻ വിജയത്തിലേക്ക് വൻ വിജയം എന്ന് പറഞ്ഞാൽ വൻ വിജയമായിരുന്നു. ഖത്തർ കണ്ടതിൽ വെച്ച് നല്ല ഷോ ആയിരുന്നു. സാർ, ഇനിയിപ്പോൾ താങ്കൾ ഒരുപാട് ഷോസുകൾ ചെയ്തു, കലാപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു താങ്കൾ. പുതിയ ചിന്താഗതികൾ, ഇപ്പോൾ ഇനിയുള്ള എന്തെങ്കിലും പുതിയ പ്ലാനുകൾ മനസ്സിലുണ്ടോ? ഇപ്പോൾ സുൽത്താന്മാരുടെ പോരാട്ടം എന്ന് പറയുന്ന ഷോസ് തന്നെ നല്ല വിജയമുണ്ടായിരുന്നു. അതുപോലെ മലബാർ എക്സ്പ്രസ്, അതുപോലെയുള്ള പുതിയ കൺസെപ്റ്റുകൾ, പുതിയ ഷോസുകൾ താങ്കളുടെ മനസ്സിലുണ്ടോ? അതിൻ്റെ വിവരങ്ങൾ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, ഒരു സ്വപ്നം എന്ന് പറയുന്നത്, സുൽത്താന്മാരുടെ പോരാട്ടം പോലെ വലിയ ഒരു ഷോ മാപ്പിളപ്പാട്ട് മാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം. കുറച്ച് നമുക്ക് ഈ മാപ്പിളപ്പാട്ട് കലാരംഗത്ത് തിളങ്ങി നിൽക്കുന്ന കുറച്ച് പേർക്ക് പേരെ വിളിച്ച് നമ്മളൊന്ന് ആദരിക്കണം. അവരുടെ ഇത്രയും പ്രവർത്തനങ്ങൾ വെച്ചിട്ട് പുതിയ കുറച്ച് കലാകാരന്മാർക്ക് അവസരങ്ങൾ കൊടുക്കുക, നാട്ടിൽ നിന്ന് ഒന്ന് പാടാനായിട്ട്. ഇനിയിപ്പോൾ പുതുതായിട്ട് എൻ്റെ ഒരു മനസ്സിലുള്ളതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സ്വപ്നം എന്നുള്ളത്
ഇനി നല്ലൊരു മാപ്പിളപ്പാട്ട്, ഈ പ്രവാസികളുടെ ടേസ്റ്റ്. പ്രവാസികൾ ഇപ്പോഴും മാപ്പിളപ്പാട്ടിനോട് കൂടെ നിൽക്കുന്ന ആൾക്കാരാണല്ലേ? ഇവിടെ ഒട്ടുമിക്ക ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ഗൾഫിൽ കുടുംബങ്ങളായിട്ട് തിങ്ങി താമസിക്കുന്ന ഇപ്പോൾ മലബാർ ഏരിയയിലുള്ളവരാണ്. അവർക്ക് മാത്രമേ ഇത് വന്ന് കാണാനുള്ള സൗകര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കാനുള്ള സമയമുള്ളൂ. സാധാരണ ഒരു ജോലിക്കാരന് ഈ 7 ആഴ്ച വരെ 8 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് ഒരു വെള്ളിയാഴ്ച കിട്ടുന്ന ഒരു മാപ്പിളപ്പാട്ടിനോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കോ വേണ്ടി അവർ ചിലവഴിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അതെ അതെ. പക്ഷേ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് മലബാറികൾ സ്നേഹിക്കുന്ന ഒരു സംഭവം, മലബാർ ഏരിയയിലുള്ളവർ. അതെ, നമ്മളത് ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മലബാറിലുള്ള ഫാമിലികളായതുകൊണ്ട് നമ്മൾ ആ ഷോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാനും ഒരു മലബാറിയാണ്, മലബാർ ഏരിയയിലുള്ള. അതുകൊണ്ട് അത്തരം ഷോസുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഒരു നല്ലൊരു ഷോ അല്ലെ ഇവിടെ ദോഹ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താങ്കളുടെ സ്വദേശം മലബാറിൽ എവിടെയാണ്? നാട്ടിൽ ആരൊക്കെയാണുള്ളത്? നാട്ടിലെ വിശേഷങ്ങളൊപ്പം താങ്കളോടൊപ്പം ദോഹയിൽ ആരൊക്കെയാണുള്ളത്? നാട്ടിലെ മലപ്പുറം ജില്ല, കൽപ്പകഞ്ചേരിക്ക് അടുത്ത് വളവന്നൂർ പഞ്ചായത്ത്. ഫാദറില്ല, മദറില്ല, മരിച്ചുപോയി. പിന്നെ 2-3 അനിയന്മാരെൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു അനിയൻ ദുബായിലുണ്ട്. ബാക്കി ചേട്ടന്മാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ ബിസിനസ്സൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ. ഇപ്പം ഞാനിവിടെ കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ്? ഞാനുണ്ട്, എൻ്റെ മോളുണ്ട്, എൻ്റെ മകനുണ്ട്, വൈഫ്. അത് ദോഹയിലാണ് താമസം? ദോഹയിലാണ് താമസിക്കുന്നത്. സന്തോഷമായിട്ട്. സാർ, എന്തായാലും ഇത്രയും സമയം കലാപ്രവർത്തന രംഗത്തെ വിശേഷങ്ങളും CK ബഷീർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഷോസിൻ്റെ വിവരങ്ങളും ഇനി വരാൻ പോകുന്ന ഷോസിനെ കുറിച്ചുമൊക്കെ താങ്കൾ ആധികാരികമായി സംസാരിച്ചു. എന്തായാലും ഇത്രയും നാളും ചെയ്തിട്ടുള്ള കലാപ്രവർത്തനമൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഖത്തറിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വൻ വിജയമായിരുന്നു എന്ന് നമുക്കറിയാം. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇനിയിപ്പോൾ താങ്കൾ ചിന്തിച്ചതുപോലുള്ള മാപ്പിളപ്പാട്ടിൻ്റെ വലിയൊരു റിയാലിറ്റി ഷോ, അത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരു ആദരവൊക്കെ നൽകിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഷോസും നന്മകളാൽ സമ്പന്നമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം വൻ വിജയമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.